ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഷെയ്ഡിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുടി വരച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പാർട്ട് നമ്മൾ ഷെയ്ഡിംഗ് ആയിരിക്കും ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഷെയ്ഡിംഗ് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. അടുത്തൊരു പാർട്ട് ഉണ്ടാക്കി നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പാർട്ടായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കാര്യങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ നോക്കിയിട്ട് വരയ്ക്കാനും സാധിക്കുമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ പാർട്ടായിട്ടും ഒരുപാട് സ്പീഡിലൊന്നും ഇപ്പം ഡ്രോയിങ് കാണിക്കാത്ത. ഈ ഒരു മൂവി ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ പറഞ്ഞു തന്ന് ചെറിയ പാർട്ടായിട്ട് അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ പാർട്ടായിട്ട് ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഈ ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പെൻസിൽ ആർട്ട് ലൈൻ്റെ പെൻസിലാണ്. നമ്മൾ 2Bയും 4Bയും മാത്രമേ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഈ ഒരു ഫേസിലില്ല. നമുക്ക് ആ ഒരു ഫോട്ടോയെ നോക്കുമ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ഫ്രണ്ടിൽ നിന്നാണ് ഫേസിലേക്ക് ലൈറ്റ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഷെയ്ഡിങ്, അതായത് ഒരുപാട് ഡാർക്ക് ഷെയ്ഡോ അല്ലെങ്കിൽ ഒരുപാട് ഷാഡോസ് വരുന്ന ഭാഗങ്ങളൊന്നും ഈ ഒരു ഫോട്ടോയിലില്ല. അപ്പോൾ അതനുസരിച്ചുള്ള ഷെയ്ഡിങ് മാത്രം നമുക്ക് കൊടുത്താൽ മതിയാകും. നമുക്ക് ആ നെറ്റിയോടെ ചേർന്ന്, അതായത് നെറ്റിയും ആ മുടിയോടെ ചേർന്ന് വരുന്ന ഭാഗത്ത് കുറച്ച് ഷെയ്ഡിങ് ഉണ്ട്. അവിടെ മാത്രം ഒരു കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഷെയ്ഡിങ് അവിടെ കൊടുക്കേണ്ടതായിട്ടില്ല. ഒരു 4B പെൻസിൽ ഉപയോഗിച്ച് ചെയ്ത 2 ലെയറൊക്കെ അല്ലെങ്കിൽ 3 ലെയറൊക്കെ 4B പെൻസിൽ ഉപയോഗിച്ച് ചെയ്താൽ മാത്രം മതിയാകും. പിന്നെ നമുക്ക് ആ മീശയും അല്ലെങ്കിൽ ആ ഒരു കവിളിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയ ഷെയ്ഡിങ് വരുന്നുണ്ട്. അതേ ഉള്ളൂ മെയിനായിട്ട് ഇതിനകത്ത് ഷെയ്ഡിങ് വരുന്ന ഭാഗങ്ങൾ. ബാക്കിയൊക്കെ തീരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. 2B പെൻസിൽ തന്നെ മതിയാകും. ആർക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്ന ഒരു ഡ്രോയിങ് ആണ് ഇത്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ണ് ആ ഒരു കാര്യങ്ങളൊന്നും വരയ്ക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ മിക്കവർക്കും വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണല്ലോ കണ്ണ്. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടുന്ന ആ ഒരു ഫോട്ടോയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഷെയ്ഡിങ് ഞാൻ പറഞ്ഞ പോലെ വലിയധികം ഇല്ല. അപ്പം നിങ്ങൾക്ക് ഷെയ്ഡിങ് ഒഴിവാക്കി കിട്ടും കുറേയൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡ്രോയിങ് തന്നെയാണ് ഇത്. പിന്നെ വരുന്നത് മീശ, താടി, ആ കാര്യങ്ങൾ അല്ലെങ്കിൽ മുടി അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. അത് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാർട്ട് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും ആ ഒരു പാർട്ട് കണ്ട് നോക്കേണ്ടതാണ്. എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മുടി വരച്ചെടുക്കാൻ പറ്റും. പിന്നെയും നിങ്ങൾക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച രോമങ്ങൾ വരുന്ന ഭാഗങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ വരാനായിട്ട് ചാൻസ് ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നിറച്ച രോമങ്ങൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ള കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക, നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. പിന്നെ കുറേ പേരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഡ്രോയിങ് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ എനിക്ക് അയച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കഴിവ് എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിലെന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരികയും അത് നിങ്ങൾ തിരുത്തുകയും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ആ ഒരു കഴിവ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാനും സാധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ ഡ്രോയിങ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.